ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന അഭിഷേകും നോറയുമാണ്. എന്നാൽ അവരവിടെ നല്ലൊരു അവതരണം നടത്തി എന്നുള്ളതാണ്. അതായത് നോറയല്ല, അഭിഷേക്. വെളിയില് ജിൻഡോ, അതുപോലെ നന്ദന, അൻസിബ, ഋഷി ഇവരൊക്കെ കൂടിയാണ് ഇതിനെ ഒരു അറേഞ്ച് ചെയ്തത്. അപ്പൊ നിരഞ്ജൻ, ആമി, ഡെന്നീസ് ഈ 3 വേഷങ്ങളായിട്ടാണ്. നിരഞ്ജനായിട്ട് അഭിഷേക്, ഡെന്നീസും ആമിയുമായിട്ട് വന്നിരിക്കുന്നത് നന്ദനയും ജിൻഡോയുമാണ്. അവിടെ അൻസിബ അവിടെ വെളിയിൽ നിന്ന് ഇങ്ങനെ ചെറിയ പാട്ട് ട്യൂണൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട്. ഋഷിയും കൂടെ അടുത്ത് നിൽപ്പുണ്ട്. എത്രയോ ജന്മമായി എന്നുള്ള പാട്ടിന്റെ വരികളും അതുപോലെ അതിന്റെ ട്യൂണും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അൻസിബ ഇങ്ങനെ പാടുന്നുണ്ട്. ഇവിടെ നിരഞ്ജനും ആമിയുമായിട്ട് പ്രേമത്തിലായിരുന്നു. എന്തോ കാരണത്താല് നിരഞ്ജൻ ജയിലിൽ പോയി. അപ്പൊ ഇവര് രണ്ടുപേരും, അതായത് ഡെന്നീസും ആമിയും കൂടെ ഈ നിരഞ്ജനെ കാണാൻ പോകുന്നതായിട്ടാണ്. അപ്പം നിരഞ്ജൻ പറയുന്നുണ്ട്, ഇനിയും നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്, നീ ജിൻഡോയെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് നന്ദനയോട് പറയുന്നത്. അപ്പം ആമി ഡെന്നീസിനെ വിവാഹം കഴിക്കണം, എൻ്റെ ആഗ്രഹമാണ്. അപ്പം നന്ദന ശരിക്കും ആക്റ്റീവാണ് കേട്ടോ. നന്ദന ശരിക്കും കരയുന്ന രീതിയിലാണ് പറയുന്നത്, എനിക്ക് പറ്റത്തില്ല, എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുന്നു. അവിടെ നിരഞ്ജൻ പറയുന്നു, എൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹമാണ്, നീ ഇത് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് നിരഞ്ജന്റെ കയ്യിൽ ഒരു താലിമാല ഉണ്ടായിരുന്നു. ആ താലിമാല ഡെന്നീസിനെ ഏൽപ്പിക്കുന്നതായിട്ടാണ്. ഡെന്നീസ്, നീ ഇത് ഇവൾക്ക് ഇട്ടു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡെന്നീസ് ആമിക്ക് ആ മാല ഇട്ടു കൊടുക്കുന്നു. ആ സമയം ആമി അത് നിരസിക്കുന്നതായിട്ടുള്ള കാഴ്ച കാണുന്നുണ്ട്. വളരെ രസകരമായിട്ട് തോന്നി കേട്ടോ. നമുക്കിത് കണ്ടിരിക്കാൻ വളരെ ഭംഗിയുള്ള ഒരു അവതരണമായിട്ടാണ് തോന്നിയത്. അപ്പം ഇങ്ങനെയായിരുന്നു ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷനിൽ വന്ന അഭിഷേകിന്റെ പ്രകടനവും. വെളിയിലുള്ള ജിൻഡോ, നന്ദന, അൻസിബ, ഋഷി ഇവര് ഇത്രയും പേര് തീരുമാനിച്ച് നടത്തിയ ഒരു പ്രോഗ്രാം ആയിരിക്കണം. എന്തായാലും നല്ല രസകരമായിട്ട് തോന്നി.